കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റെടുത്ത് ഒരു മാസം കഴിഞ്ഞതേയുള്ളൂ. ആരൊക്കെ ചേർന്നാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്? ഹൈക്കമാൻഡിന് വി ഡി സതീശനോട് താല്പര്യമുണ്ടായിരുന്നില്ല. കേരളത്തിലെ ഭൂരിപക്ഷം MLA-മാർക്കും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നെ ആരുടെ ഇടപെടലായിരുന്നു വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്? അതിൽ കോൺഗ്രസിലെ 2 മുതിർന്ന നേതാക്കൾ, അതിലൊന്ന് VM സുധീരനാണ്. VM സുധീരൻ ദില്ലിയിൽ പോയി ഹൈക്കമാൻഡിനെ കണ്ട് ഒരു തവണയല്ല 2 തവണ നിലപാട് വ്യക്തമാക്കി കേരളത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ്റെയും AK ആന്റണിയുടെയും കൂടെ മുസ്ലിം ലീഗിൻ്റെയും ആവശ്യത്തെ തുടർന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വന്നത്. അതേ VM സുധീരൻ ഇപ്പോഴിതാ പൂർണ്ണമായും വി ഡി സതീശന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നു 2 കാര്യങ്ങളിൽ. ഒന്ന് കരിമണൽ ഖനനം, മറ്റൊന്ന് മദ്യം. കരിമണൽ ഖനനം ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് പാടില്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ പാടില്ല. ഈ നിലപാടാണ് VM സുധീരൻ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചത്. എന്നാൽ VM സുധീരൻ്റെ നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ചില ഉരുണ്ടുകളികൾ നടത്തുന്നുണ്ട് എങ്കിലും സ്വകാര്യ മേഖല തന്നെയാണ് വി ഡി സതീശൻ്റെ മനസ്സിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ വിമർശിച്ചുകൊണ്ട് വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് VM സുധീരൻ രംഗത്ത് വന്നു. അതിനേക്കാളും ഉപരി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ സംഭവം, അത് തെല്ലൊന്നുമല്ല VM സുധീരനെ ചൊടിപ്പിച്ചത്. അത് UDF നയത്തിന് വിരുദ്ധമാണ്. UDF-ൽ ചർച്ച ചെയ്തില്ല, കോൺഗ്രസിൽ ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് നികുതി ഇളവ് പിൻവലിക്കണം, ഈ നിലപാട് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അതേസമയം VM സുധീരൻ മറ്റൊരു നിലപാടും കൂടി എടുത്തിട്ടുണ്ട്. വി ഡി സതീശനെ തള്ളിപ്പറയുന്ന അതേ നിമിഷത്തിൽ അദ്ദേഹം രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. രമേശ് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രിയാണ് എന്ന് തൂഫാൻ എന്ന ലഹരി വിരുദ്ധ പദ്ധതിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയും ചെയ്തു VM സുധീരൻ. ചെറിയ കാര്യമല്ല, കോൺഗ്രസിനകത്ത് വലിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. VM സുധീരൻ്റെ വാക്കുകൾ കേൾക്കാം. മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കേരള പോലീസിനെയും അഭിനന്ദിക്കുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കോൺഗ്രസിൻ്റെ സ്വാഭാവിക ചോയ്സ് ആയിരുന്നില്ല. 1-ാം സ്ഥാനത്ത് KC വേണുഗോപാലായിരുന്നു, 2-ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു. 2 പേരെയും മാറ്റി നിർത്തിയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അതിൽ VM സുധീരനെ പോലെയുള്ള ആളുകളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ VM സുധീരൻ വി ഡി സതീശനെ തള്ളിപ്പറയുകയും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ UDF-ലെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്ന് പോലും പ്രഖ്യാപിച്ചിരുന്നു. പരസ്യമായിട്ടല്ല, അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതെല്ലാമാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിച്ചത്. അതേ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വി ഡി സതീശൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ആവശ്യമായിരുന്നു വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയത് പിൻവലിക്കണം എന്നത്. അതേസമയം രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങൾ. മദ്യനയത്തിൽ വി ഡി സതീശൻ സ്വീകരിച്ച നിലപാടിനെ തള്ളിപ്പറയുമ്പോൾ അപ്പുറത്ത് തൂഫാൻ പദ്ധതിയെ പൂർണ്ണ പിന്തുണ നൽകി അതോടൊപ്പം നിൽക്കുമെന്ന് പറയുകയും ചെയ്യുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങൾ എന്നോർക്കണം. VM സുധീരൻ എന്ത് നിലപാടാണോ എടുത്തത് അതേ നിലപാടിലേക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങളും വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം കോൺഗ്രസിനകത്തും അതേപോലെ മുന്നണിക്കകത്തും ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയാണ്. ഇന്ന് നടക്കുമെന്നല്ല, നാളെ നടക്കുമെന്നല്ല, അതിവിദൂരമല്ലാത്ത കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ്. വി ഡി സതീശന് എതിരെ കോൺഗ്രസിനകത്തും മുന്നണിക്കകത്തും പ്രതിഷേധമുയരും, നേതൃമാറ്റം ആവശ്യപ്പെടും. അങ്ങനെ വന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ വി ഡി സതീശന് പിന്തുണയില്ല. കൂടുതൽ MLA-മാർ പിന്തുണക്കുന്നത് KC വേണുഗോപാലിനെയാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ ഒരു നിലപാടെടുത്താൽ
സ്വാഭാവികമായും വി ഡി സതീശൻ്റെ പടിയിറക്കത്തിന് തുടക്കം കുറിക്കും. അത് നന്നായി അറിയുന്ന ആൾ തന്നെയാണ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടപ്പാക്കുക, എത്രയും വേഗം നടപ്പാക്കുക. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുക, ബക്കാടി കമ്പനിക്ക് നികുതി ഇളവ് പ്രഖ്യാപിക്കുക, ഇങ്ങനെയുള്ള സുപ്രധാനമായ നീക്കങ്ങൾ. അദാനിക്ക് കേരളത്തിൻ്റെ തീരം മുഴുവൻ എഴുതി നൽകുക, കേരളത്തിൻ്റെ തുറമുഖങ്ങൾ മുഴുവൻ അദാനിക്ക് നൽകുക. ഇങ്ങനെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്ത് പടിയിറങ്ങുക എന്ന നിലയിലേക്കാണോ വി ഡി സതീശൻ ചിന്തിക്കുന്നത് എന്ന സംശയം പോലും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിൽ വി ഡി സതീശനുണ്ടായിരുന്ന പിന്തുണ, ആ പിന്തുണ ഇന്നില്ല. എം എൽ എമാരെ മാറ്റി നിർത്തിയാൽ സാധാരണ പ്രവർത്തകർക്ക് വി ഡി സതീശനോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് വി ഡി സതീശനോട് സ്നേഹമുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നു വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സമീപഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്ന്.